പ്രിയമുള്ളവരെ നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണിട്ട് ഇന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരായിട്ടുള്ള VN വാസവൻ്റെയും അതുപോലെ തന്നെ വീണ ജോർജിൻ്റെയൊക്കെ പ്രസ്താവനകൾ പത്രക്കാരോടുള്ള ആ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അവര് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് ആർക്കും ഗുരുതരമായ പരിക്കുകളോ മറ്റോ ഇല്ല, എല്ലാവരും സേഫാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോഴും മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഒരാളെ കാണാനില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരി മരണപ്പെടാനും കാരണം. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു വലിയൊരു സ്ഥാപനത്തിൽ ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്താതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയും പറയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ. ഏതായാലും ആ ഒരു പ്രസ്താവന നിലവിലുള്ളതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു തിരച്ചിലോ രക്ഷാപ്രവർത്തനമോ നടക്കാതെ ആ സഹോദരി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ SDPIയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് U നവാസും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിസാമും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളോട് പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്നും ആരുടെ അനാസ്ഥ കൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം വൈകിയത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്നുള്ളത് നിലവില് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ അവിടുത്തെ രോഗികള് 11ഉം 14ഉം വാർഡുകൾ രോഗി ഉണ്ടായിരുന്നു എന്നുള്ളത് നിലവിൽ നമുക്ക് മനസ്സിലാക്കും. അതുതന്നെ അവിടുത്തെ രോഗികളെ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതിന് ശേഷമാണ് മാറ്റിയത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടത് 14ആം വാർഡില് രോഗികൾക്ക് കൂട്ടിരുന്ന ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആ പ്രസ്താവന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ തിരച്ചിൽ വൈകിയത്. 2 മണിക്കൂറാണ് തിരച്ചിൽ വൈകിയത്. ഇതിലടിയിൽ ആരും പെട്ടിട്ടില്ല എന്ന വേണ്ടത്ര പരിശോധനകളില്ലാതെ വേണ്ടത്ര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഈ വിഷയങ്ങൾ പറഞ്ഞത് നിലവിൽ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ 2 മണിക്കൂർ വൈകിയിട്ടുള്ളത്. ഇതിന്റെ തിരച്ചിൽ 2 മണിക്കൂർ വൈകിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ മറുപടി പറയുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവർക്കും ഈ മരണപ്പെട്ടവർക്കും അവർക്ക് അതിന് വേണ്ട നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം എന്നാണ് SDPക്ക് പറയുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് 4 മണിക്ക് കോട്ടയം മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് ഇന്ന് ഞങ്ങളിന്ന് മാർച്ച് നടത്തുന്നുണ്ട്. ഇതിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മാർച്ചിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ സാധാരണക്കാരായ വളരെ നിർധനരായ രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഇവിടെ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിൽ ഈ ആരോഗ്യ വകുപ്പിൽ സർക്കാരിന്റെ അനാസ്ഥ കാരണം